ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCS എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു ക്ലാസ്സിൽ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ TDS എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ്. ഒരു ഇൻകം കൊടുക്കുന്ന സമയത്ത് ആ ഇൻകത്തിൽ നിന്ന്, ആ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് തന്നെ ടാക്സിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയാണ് TDS എന്ന് പറഞ്ഞാൽ. TCS എന്ന് പറയുന്ന സമയത്ത് സെയിൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സെയിൽസ് വാല്യൂവിൽ നിന്ന് ടാക്സിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന രീതിയാണ് TCS എന്ന് പറയുന്നത്. എന്താണ് TCS? TCS is the tax payable by a seller which he collects from the buyer at the time of sale as per section 206C. സെക്ഷൻ 206 പറയുന്നത്, സെയിൽ നടക്കുന്ന സമയത്ത്, വിൽപ്പനയുടെ സമയത്ത് ബയർ അല്ലേ എന്ന് പറയുമ്പോൾ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്നും വിൽക്കുന്ന ആൾ കളക്ട് ചെയ്യേണ്ടതും എന്നിട്ട് അദ്ദേഹം അടയ്ക്കേണ്ടതുമായ ടാക്സിനെയാണ് TCS എന്ന് പറയാം. ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് സെല്ലർ ബയറിൽ നിന്ന് ആ വിൽക്കുന്ന ഗുഡ്സിൻ്റെ എത്രയാണോ ടാക്സ് ബാധകമായതെങ്കിൽ അത്രയും എമൗണ്ട് സെല്ലർ കളക്ട് ചെയ്യേണ്ടതും ഈ എമൗണ്ട് സെല്ലർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരു ടാക്സ് ആണ് TCS. ഇനി ടൈം ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? വിൽപ്പനയുടെ സമയത്താണ് ഇത് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഏത് സമയമാണ് നമ്മൾ ടൈം ഓഫ് സെയിലായി കണക്കാക്കുന്നത്? അറ്റ് ദി ടൈം ഓഫ് ഡെബിറ്റിംഗ് ബയേഴ്സ് അക്കൗണ്ട് ഓർ റെസിപ്റ്റ് ഓഫ് സച്ച് എമൗണ്ട് ഫ്രം ബയർ വിച്ച് എവർ ഈസ് ഏർലിയർ. അതായത് ഒരു ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ അല്ലേ, നമ്മൾ കടമായിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ബയറുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന സമയം, ബയറുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും അല്ലേ, കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ആ ഡെബിറ്റ് ചെയ്യുന്ന സമയം, അതല്ല ക്യാഷ് സെയിൽസ് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് സ്വീകരിക്കുന്ന പേയ്മെൻറ്റ് കിട്ടുന്ന സമയം, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് എങ്കിൽ ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ആ സമയത്താണ് സെല്ലർ ബയറിൽ നിന്ന് ടാക്സിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ TCSൻ്റെ ഒരു വ്യൂ പോയിന്റിൽ സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? സെല്ലേഴ്സ് ഇൻക്ലൂഡ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഓർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്, കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് and any other person or HUF who is subjected to an audit of accounts under Income Tax Act for a particular financial year. അപ്പോൾ ഇത്രയും ആളുകളെയാണ് നമ്മൾ സെല്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടീസ്, ഈ സെല്ലേഴ്സ് ആണ് വിൽപ്പനയുടെ സമയത്ത് TCS ചെയ്യേണ്ടത്, നടത്തേണ്ട ആളുകൾ സെല്ലേഴ്സാണ്. ഇനി ബയേഴ്സിൽ നിന്നാണ് TCS കളക്ട് ചെയ്യുന്നത് അല്ലേ. ബയർ എന്ന് പറഞ്ഞ ടേമിനകത്ത് ഉൾപ്പെടുത്താനാവാത്ത ചില പാർട്ടീസ് ഉണ്ട്. ദ ടേം ബയർ ഡസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ആളുകൾ ഒഴികെ, പേഴ്സൺസ് ഒഴികെ ബാക്കി എല്ലാവരും ബയേഴ്സാണ്. അവരിൽ നിന്നെല്ലാമാണ് സെല്ലർ TCS കളക്ട് ചെയ്യേണ്ടത്. ആരൊക്കെ ബയർ എന്ന് പറയുന്ന ആ ടേമിനകത്ത് ഉൾപ്പെടുന്നില്ല? പബ്ലിക് സെക്ടർ കമ്പനീസ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, എംബസി ഓഫ് ഹൈ കമ്മീഷൻ, consulate and other trade representations of a foreign nation, clubs like sports club and social clubs, and a buyer in the retail sale of such goods purchased by him for self consumption. അപ്പോൾ ഇത്രയും ആളുകളെ ബയേഴ്സ് എന്ന് പറയുന്ന ആ വാക്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലേ. പബ്ലിക് സെക്ടർ കമ്പനികൾ, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, എംബസികൾ, കോൺസുലേറ്റുകൾ, മറ്റ് വിദേശ രാജ്യങ്ങളുടെ ട്രേഡ് റെപ്രസെൻറ്റേഷൻസ്, സ്പോർട്സ് ക്ലബ്ബുകൾ, സോഷ്യൽ ക്ലബ്ബുകൾ,
ഇതൊന്നുമല്ലാതെ സെൽഫ് കൺസംഷന് വേണ്ടി, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന, റീറ്റെയിലായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, ഇവർ നമ്മൾ ബയേഴ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. അല്ലാത്ത എല്ലാവരും ഈ TCSുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 206C എന്ന സെക്ഷൻ പ്രകാരം ബയേഴ്സാണ്. ഇനി TCSന്റെ പേയ്മെൻറ്റ്സും അതിൻ്റെ റിട്ടേണുമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സെയിൽസ് അല്ലേ, ഈ സെയിൽസ് നടക്കുന്ന സമയത്താണ് TCS കളക്ട് ചെയ്യേണ്ടത്. ഈ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എത്ര സമയം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഈ സെല്ലർ ഡെപ്പോസിറ്റ് ചെയ്യണം, അതിൻ്റെ ടൈമിംഗ് ആണ് പറയുന്നത്. ദി എമൗണ്ട് കളക്റ്റഡ് ബൈ ദി സെല്ലർ ഷാൾ ബി പെയ്ഡ് ടു ദിസ് ക്രെഡിറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആസ് അണ്ടർ. ദർ ആർ 2 different cases. ഫസ്റ്റ് വൺ, ടാക്സ് കളക്റ്റഡ് ബൈ ആൻ ഓഫീസ് ഓഫ് ഗവൺമെൻറ്. ഇവിടെ TCS കളക്ട് ചെയ്തത് ഗവൺമെൻറ് ആണെങ്കിൽ, ഒരു ഗവൺമെൻറ് ഓഫീസ് ആണെങ്കിൽ, അവിടെ നമ്മൾ 2 സബ് കേസസ് കാണുന്നുണ്ട്. ഒന്ന്, വിത്തൗട്ട് IT ചെലാൻ. ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നതിന് ഇൻകം ടാക്സ് ചെലാൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫീസ് കളക്ട് ചെയ്യുന്ന അന്നു തന്നെ അതെന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. വിത്ത് IT ചെലാൻ, ഇനി IT ചെലാൻ ആവശ്യമായിട്ടുള്ള ടാക്സ് പേയ്മെൻ്റ് ആണെങ്കിൽ, കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നതിന് ഇൻകം ടാക്സ് ചെലാൻ വേണമെന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ, വിത്തിൻ 7 days ഫ്രം ദി എൻഡ് ഓഫ് മന്ത് ഇൻ വിച്ച് കളക്ഷൻ ഈസ് മെയ്ഡ്. ഏത് മാസമാണോ ടാക്സ് കളക്ട് ചെയ്തതെങ്കിൽ സെല്ലർ ടാക്സ് കളക്ട് ചെയ്യുന്ന ആ മാസം അവസാനം, ആ മാസം കഴിഞ്ഞ ഉടനെയുള്ള 7 daysനുള്ളിൽ, 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. ഇപ്പോൾ ജനുവരി മാസത്തിലാണ് TCS കളക്ട് ചെയ്യുന്നത് എങ്കിൽ ജനുവരി 31 കഴിഞ്ഞാൽ അടുത്ത 7 ദിവസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 7th അല്ലേ, അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ചെലാനോട് കൂടി അടക്കേണ്ട പേയ്മെൻ്റ് ആണെങ്കിൽ ഈ സെല്ലർ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഈ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് അതർ കളക്ടേഴ്സ്, ഇനി ഗവൺമെൻറ് ഓഫീസ് അല്ലാത്ത മറ്റുള്ള സെല്ലേഴ്സാണ് ഇത് കളക്ട് ചെയ്യുന്നതെങ്കിൽ, വിത്തിൻ 7 days ഫ്രം ദി എൻഡ് ഓഫ് മന്ത് ഇൻ വിച്ച് കളക്ഷൻ ഈസ് മെയ്ഡ്. നമ്മൾ നേരത്തെ IT ചെലാനോടുകൂടി അടക്കുന്ന കേസ് പറഞ്ഞതുപോലെ തന്നെ കളക്ഷൻ നടത്തിയിട്ടുള്ള, ടാക്സ് കളക്ഷൻ നടത്തിയിട്ടുള്ള ആ മാസം അവസാനിച്ച് കഴിഞ്ഞ ശേഷമുള്ള 7 days, 7 ദിവസത്തിനുള്ളിൽ അത് സെൻട്രൽ ഗവൺമെൻറ് ക്രെഡിറ്റിലേക്ക് കളക്ടർ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് നമ്മൾ TDSൻ്റെ കേസിലോ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമ്മൾ TDSൽ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഡക്ഷൻ അല്ലേ. അത് ഡിഡക്റ്റിക്ക് കൊടുക്കേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഡിഡക്റ്റർ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, DGIT സിസ്റ്റംസ് അല്ലെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിട്ടേണും ഫയൽ ചെയ്യണം. അതേപോലെ ഇവിടെയും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ബയർക്ക് സെല്ലർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്, എവരി ടാക്സ് കളക്ടർ ഹാസ് ടു ഫയൽ ക്വാർട്ടർലി TCS റിട്ടേൺ ടു ഡയറക്ടർ ജനറൽ ഇൻകം ടാക്സ് സിസ്റ്റംസ് ഇൻ ഫോം 27 EQ in respect of the tax collected by him in a particular quarter. അപ്പോൾ ഓരോ ക്വാർട്ടറിലും എന്ത് ചെയ്യണം, സെല്ലർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ DGIT സിസ്റ്റംസ് വിങ്ങിലേക്ക് ഒരു TCS റിട്ടേൺ ക്വാർട്ടർലി ആയിട്ട് ഫയൽ ചെയ്യണം. ഓരോ 3 മാസം കൂടുന്ന സമയത്തും ആ 3 മാസങ്ങളിലേക്കുള്ള ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഫോം 27 EQ എന്ന് പറയുന്ന ആ ഫോർമാറ്റിൽ DGIT സിസ്റ്റംസ് വിങ്ങിലേക്ക് കളക്ടർ ഫയൽ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ദി കളക്ടർ വിൽ ഫർണിഷ് എ സർട്ടിഫിക്കറ്റ് ടു ബയർ ഇൻ ഫോം നമ്പർ 27D ഫ്രം 15 days ഫ്രം ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് TCS. അപ്പോൾ ഇതുപോലെ ഈ 27 EQ എന്ന ഫോമിൽ DGIT സിസ്റ്റംസിലേക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഫയൽ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞ് 15 daysനുള്ളിൽ, 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കളക്ടർ ബയർക്ക് ഫോം നമ്പർ 27Dയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ടാക്സ് കളക്ഷൻ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഓരോ ക്വാർട്ടറിലേക്കും 27 EQ പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കളക്ടർ ഫയൽ ചെയ്യണം. ആ ഫയലിംഗ് ഡേറ്റ് കഴിഞ്ഞ്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ശേഷമുള്ള 15 ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കളക്ഷൻ കളക്ടർ കളക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ സെല്ലർ ബയർക്ക് ഫോം നമ്പർ 27Dയിൽ ഫർണിഷ് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഇതാണ് ഇതിനകത്ത് പറയുന്ന TCS പേയ്മെൻറ്റും അതിൻ്റെ റിട്ടേൺസും. നെക്സ്റ്റ്, ഗുഡ്സ് ഫോർ TCS
ഏതെല്ലാം ഗുഡ്സിനാണ് TCS അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഏതെല്ലാം ഗുഡ്സ് വിൽക്കുന്ന സമയത്താണ് സെല്ലർ ബയറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ TDSന്റെ കേസിൽ കണ്ട അതേപോലെ ഇവിടെ നമുക്ക് 2 റേറ്റുകൾ കാണാൻ കഴിയും. ഒന്ന് 1 April 2020 to 13th May 2020, 2020 ഏപ്രിൽ 1 മുതൽ 2020 മെയ് 13 വരെയുള്ള റേറ്റാണ്. മറ്റൊന്ന് മെയ് 14 മുതൽ ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന 31/3/2021 വരെയുള്ള റേറ്റുകളാണ്. നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു റേറ്റ് ഡിഡക്ഷൻ TDSലും TCSലും ഒക്കെ തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേസിലും റേറ്റ് ചിലതൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡേറ്റ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതെല്ലാം ഗുഡ്സിന് എത്ര ശതമാനമാണ് TCS കളക്ട് ചെയ്യേണ്ടത്? ഒന്ന്, സെയിൽ ഓഫ് ലിക്കർ ഓഫ് ആൽക്കഹോളിക് നേച്ചർ മെയ്ഡ് ഫോർ കൺസംഷൻ ബൈ ഹ്യൂമൻ കൺസംഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആൽക്കഹോളിക് ലിക്കർ വിൽക്കുന്ന സമയത്ത് 1% TCS കളക്ട് ചെയ്യണം. മെയ് 14 ശേഷമാണെങ്കിലും 1% തന്നെയാണ് TCSന്റെ റേറ്റ് വരുന്നത്. സെയിൽ ഓഫ് ടിംബർ വുഡ് അണ്ടർ എ ഫോറസ്റ്റ് ലീസ്ഡ് ഓർ അതർ മോഡ്, ഫോറസ്റ്റ് ലീസിനെടുത്തിട്ടോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ ഉണ്ടാകുന്ന ടിംബർ വുഡ് മരത്തടി വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസിൻ്റെ 2.5% TCS ആയിട്ട് കളക്ട് ചെയ്യണം. മെയ് 14 ശേഷമാണെങ്കിൽ അത് 2.5% പകരം 1.875%, 1.875% ആണ് TCS ബാധകമായിട്ടുള്ളത്. സെയിൽ ഓഫ് ടെൻഡു ലീവ്സ് അല്ലേ, നമ്മുടെ ബീഡിയില എന്നൊക്കെ പറയുന്ന പുകയിലുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് പറയുന്നത്. 5% ആണ് TCS അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മെയ് 14 ശേഷമാണെങ്കിൽ 3.75% ആണ് TCS വരുന്നത്. എ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അതർ ദാൻ ടെൻഡു ലീവ്സ് ആൻഡ് ടിംബർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ടിംബറും അതുപോലെ ടെൻഡു ലീവ്സും അല്ലാത്ത, ബീഡി ഇലയും മരത്തടിയും അല്ലാത്ത മറ്റേതെങ്കിലും ഫോറസ്റ്റ് പ്രോഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ 2.5% ആണ് TCS റേറ്റ്. മെയ് 14 ശേഷമാണെങ്കിൽ അത് 1.875% ആണ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് വിൽക്കുന്ന സമയത്ത് 1% ആണ് റേറ്റ് ഓഫ് TCS. മെയ് 14 ശേഷമാണെങ്കിൽ അത് 0.75% ആണ്. മിനറൽസ് ലൈക്ക് ലിഗ്നൈറ്റ്, കോൾ ആൻഡ് അയൺ ഓർ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ധാതു ലവണങ്ങളാണെങ്കിൽ ലിഗ്നൈറ്റ്, കോൾ അല്ലെങ്കിൽ ഇരുമ്പയിര്, അതല്ലെങ്കിൽ കൽക്കരി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ധാതു ലവണങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ 1% TCS. മെയ് 14 ശേഷമാണെങ്കിൽ അത് 0.75% ആണ്. സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എക്സീഡിംഗ് ദി വാല്യൂ ₹10 lakh, 10 ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന മോട്ടോർ വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് 1% അവിടെ TCS ഉണ്ട്. മെയ് 14 ശേഷമാണെങ്കിൽ 0.75% ആണ് TCS ആയിട്ട് കളക്ട് ചെയ്യേണ്ടത്. പാർക്കിംഗ് ലോട്ട്, ടോൾ പ്ലാസ ആൻഡ് മൈനിങ് ആൻഡ് ക്വാറിയിങ് അതർ ദാൻ മൈനിങ് ആൻഡ് ക്വാറിയിങ് ഓഫ് മിനറൽ ഓയിൽ ലൈക്ക് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പാർക്കിംഗ് ലോട്ടുകൾ അതുപോലെ ടോൾ പ്ലാസ തുടങ്ങിയവ നടത്തുന്ന സ്ഥാപനങ്ങളും അതുപോലെ അത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ മൈനിങ് ആൻഡ് ക്വാറിയിങ്, മിനറൽ ഓയിൽസ്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസും അല്ലാത്ത മറ്റുള്ള പ്രോഡക്ട്സ് മൈനിങ്ങും ക്വാറിയിങ്ങും നടത്തുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. 2% ആണ് TCS റേറ്റ്. മെയ് 14 ശേഷമാണെങ്കിൽ അത് 1.5%. അപ്പോൾ ഇതൊക്കെയാണ് TCS അപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സും അതിന് ബാധകമായിട്ടുള്ള റേറ്റും. ഇനി ഇവിടെ താഴെ നോട്ട് കൊടുത്ത് കാണാൻ പറ്റും. ഇഫ് ദി അപ്പോസിറ്റ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ ദി ബയർ ഫോർ ദി പർപ്പസ് ഓഫ് മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ് ഓർ പ്രൊഡ്യൂസിംഗ് ആർട്ടിക്കിൾസ് ഓർ തിങ്സ്, ദി ടാക്സസ് ആർ നോട്ട് കളക്റ്റഡ് ബൈ ദി സെല്ലർ. ഇനി ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ഒരു സെല്ലർ ബയർക്ക് അത് വിൽക്കുന്നത്, ബയർ അത് വാങ്ങുന്നത് മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസിങ് പർപ്പസിന് വേണ്ടി, ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനോ പ്രോസസ്സിങ്ങിനോ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം പ്രോഡക്റ്റ് സെല്ലറിൽ നിന്ന് ബയർ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ കേസിൽ സെല്ലർ എന്ത് ചെയ്യാൻ പാടില്ല? TCS
കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പറയുന്ന മറ്റൊരു പോയിന്റ്. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ക്വാർട്ടറിലേക്കുമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. അതുപോലെ ഓരോ മാസത്തേക്കുമുള്ള TCSൻ്റെ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അതിൻ്റെയൊക്കെ ഡ്യൂ ഡേറ്റുകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മാസങ്ങളിലേക്കും നമ്മൾ കളക്ട് ചെയ്ത മാസം ആദ്യം കൊടുത്തേക്കണം, ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഓരോ മാസങ്ങളും. അപ്പോൾ ഓരോ മാസത്തെയും കളക്ട് ചെയ്യുന്ന എമൗണ്ടുകൾ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് മൂന്നാമത്തെ ക്വാർട്ടറിൽ കൊടുത്താൽ കാണാൻ പറ്റും. എന്ത് ചെയ്യണം? തൊട്ടടുത്ത മാസം 7th അല്ലേ, 7ാം തീയതിക്കുള്ളിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടക്കണം അല്ലേ. ഇപ്പോൾ ഏപ്രിൽ ആണെങ്കിൽ 7th മെയ്, മെയ് ആണെങ്കിൽ 7th ജൂൺ, ആ രീതിയിൽ പോയിട്ട് മാർച്ച് ആകുന്ന സമയത്ത് 7th ഏപ്രിൽ, ആ രീതിയിൽ ഓരോ മാസവും കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് 7 ഡേയ്സിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ക്രെഡിറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ TCSൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്നത്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് DGIT സിസ്റ്റംസ് വിങ്ങിലേക്ക് 27EQ എന്ന ഫോർമാറ്റിൽ ഫയൽ ചെയ്യണം അല്ലേ. അത് ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. അത് പറയുന്നത് എങ്ങനെയാണ്? നമുക്കത് കാണാൻ പറ്റും. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ 3 മാസങ്ങളിലേക്കുള്ള ക്വാർട്ടർ, 30 ജൂണിന് അവസാനിക്കുന്ന ഫസ്റ്റ് ക്വാർട്ടറിലേക്കുള്ളത് 15th ജൂലൈ, 15 ജൂലൈക്കുള്ളിൽ അത് ഫയൽ ചെയ്യണം. അത് നിലവിൽ താൽക്കാലികമായിട്ട് റിവൈസ് ചെയ്ത് 30th ജൂലൈ ആക്കിയിട്ട് 15 ഡേയ്സ് കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്വാർട്ടർ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങിയ 3 മാസങ്ങളിലേക്കുള്ള 30th സെപ്റ്റംബറിന് അവസാനിക്കുന്ന ക്വാർട്ടറിലേക്കുള്ളത് 15th ഒക്ടോബറിനുള്ളിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അത് റിവൈസ് ചെയ്തുകൊണ്ട് 30th ഒക്ടോബർ ആക്കി മാറ്റിയിട്ടുണ്ട്. തേർഡ് ക്വാർട്ടർ ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന മാസം ഉൾപ്പെടുന്ന 31st ഡിസംബറിൽ അവസാനിക്കുന്ന മൂന്നാമത്തെ ക്വാർട്ടറിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് 15th ജനുവരി 15-നുള്ളിലാണ് റിട്ടേൺ 27EQ ഫോർമാറ്റിൽ ഫയൽ ചെയ്യേണ്ടത്. അത് 30th ജനുവരി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ക്വാർട്ടറിലേക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31st അവസാനിക്കുന്ന അവസാനത്തെ ക്വാർട്ടറിലേക്കുള്ള TCSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 15th മെയ് 15-നുള്ളിലാണ്. അത് 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് 30th മെയ് വരെ നിലവിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓരോ മാസവും കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടുന്ന ഡ്യൂ ഡേറ്റും അതിൽ റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതിൻ്റെ ഡ്യൂ ഡേറ്റും നമ്മളിതിനകത്ത് കാണുന്നത്. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ഓഫ് ഫെയിലർ ടു കളക്ട് ഓർ പേ ടാക്സ്. ഇനി TCS കളക്ട് ചെയ്യേണ്ട ഒരു സെയിൽസ് നടക്കുന്ന സമയത്ത് TCS കളക്ട് ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഡ്യൂ ഡേറ്റിനുള്ളിൽ അടക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസസ് ആണ് താഴെ പറയുന്നത്. 1. If a person responsible to collect a tax does not collect or after collecting does not pay it to central government, he will pay simple interest at 1% per month on amount of such a tax from date on which it is collectible till the date it was actually paid. എന്നാണ് പറയുന്നത്, ഏതെങ്കിലും ഒരാൾ TCS കളക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ TCS കളക്ട് ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ കളക്ട് ചെയ്ത ശേഷം അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ TCS കളക്ട് ചെയ്യേണ്ടിയിരുന്ന എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ഡേറ്റ് അല്ലേ, ആ സെയിൽ ഡേറ്റ് മുതൽ എന്നാണോ ഇത് കളക്ട് ചെയ്ത ശേഷം ഗവൺമെൻറ്റിലേക്ക് അടച്ചത് എങ്കിൽ അത്രയും സമയത്തേക്കുള്ള കളക്ട് ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ് മുതൽ ആക്ച്വലി ഗവൺമെൻറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ സമയത്തേക്ക് ആ എമൗണ്ടിന് 1% ഒരു മാസത്തേക്ക് വെച്ച് 1% പെർ മന്ത് ആണ്, ഓരോ മാസത്തേക്കും 1% വെച്ച് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഫർണിഷിംഗ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഈച്ച് ക്വാർട്ടർ. ഈ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? അതാത് ക്വാർട്ടറിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നേരത്തെ പറഞ്ഞു നമ്മൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അല്ലേ, ആ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുന്ന അതിന് മുമ്പായിക്കൊണ്ട് ഈ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അല്ല, അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അതായത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് DGIT സിസ്റ്റംസ് വിങ്ങിലേക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് പറയുന്നത്, ഇഫ് എ പേഴ്സൺ റെസ്പോൺസിബിൾ ടു കളക്ട് ടാക്സ് ഫെയിൽസ് ടു പേ TCS, he shall be punishable with rigorous imprisonment for a term between 3 months and 7 years and with fine. സെക്ഷൻ 276BB എന്ന സെക്ഷൻ പ്രകാരം
ഒരു TCS കളക്ട് ചെയ്യേണ്ടുന്ന ഒരാൾ അത് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടക്കാതിരുന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റിന് പുറമെ എന്തുകൂടെ വരും? അവിടെ പ്രോസിക്യൂഷൻ നടപടികളുണ്ട് അല്ലേ? നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. 3 മാസം മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ഒരു ഒഫൻസാണ് ഈ TCS കളക്ട് ചെയ്യാതിരിക്കുന്നതും അത് ഗവൺമെന്റിലേക്ക് അടക്കാതിരിക്കുന്നതും. മാത്രമല്ല ഇൻട്രസ്റ്റിന്റെ കൂടെ ഫൈനും അവർക്ക് സെക്ഷൻ 276BB എന്ന സെക്ഷൻ പ്രകാരം അവർ അതിന് ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ ഇതാണ് കോൺസിക്വൻസസ് ഓഫ് ഫെയിലർ ടു കളക്ട് ഓർ പേ ടാക്സ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു.